നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ലോകമാധ്യമങ്ങളും പ്രത്യേകിച്ച് ബീജിംഗിലെയും ഇസ്ലാമാബാദിലെയും ഭരണാധികാരികളും അതീവ ആകാംക്ഷയോടെയും ഭയത്തോടെയും ഉറ്റുനോക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ ഒരു പ്രത്യേക സംഭവത്തിലേക്കാണ്. ഒഡീഷ തീരത്തെ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും ഇന്ത്യ അടുത്തിടെ നടത്തിയ ഒരു മിസൈൽ പരീക്ഷണം ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് DRDO ഇതൊരു അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ സിസ്റ്റം ആണെന്ന് മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് അഗ്നി 5ൻ്റെ പരിഷ്കരിച്ച പതിപ്പായ അഗ്നി 5 Mark II ആണോ അതോ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 6 ആണോ എന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ മിസൈലിൻ്റെ പരീക്ഷണത്തിൻ്റെ സാങ്കേതിക വശങ്ങളും ഇതിലുപയോഗിച്ചിരിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സ് നിലപാടുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 8-നോ 9-നോ നടന്ന ഈ പരീക്ഷണത്തിന് മുന്നോടിയായിട്ട് ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ 3500 മുതൽ 3600 കിലോമീറ്റർ വരെയുള്ള ദൂരത്തേക്ക് ഒരു നോട്ടാം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, നോട്ടീസ് ടു എയർമാൻ. ഈ മേഖലയിലൂടെ വിമാനങ്ങളോ കപ്പലുകളോ സഞ്ചരിക്കരുത് എന്ന മുന്നറിയിപ്പായിരുന്നു അത്. എന്നാൽ പരീക്ഷണ സമയത്ത് മിസൈൽ സൃഷ്ടിച്ച പുകച്ചുരുളുകളുടെയും സഞ്ചാരപഥത്തിൻ്റെയും ചിത്രങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ദുരൂഹത സർക്കാരിൻ്റെ പ്രതികരണങ്ങളിലായിരുന്നു. സൺസെറ്റ് TV തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ഇന്ത്യ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ലോങ് റേഞ്ച് ആൻറ്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്ന് ട്വീറ്റ് ചെയ്യുകയും നിമിഷങ്ങൾക്കകം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ തൊട്ട് മുൻപ് ഭരണകക്ഷിയായ BJPയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്നും ഇന്ത്യ 10,000 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള അഗ്നി 6 മിസൈൽ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു എന്നൊരു പോസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ പരീക്ഷിച്ചത് ഒരു സാധാരണ മിസൈൽ അല്ല, മറിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒരു വെപ്പൺ സിസ്റ്റമാണ് എന്നാണ്. ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന MIRV, അതായത് MIRV, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ്. എന്താണ് ഈ MIRV? സാധാരണയായിട്ടൊരു ബാലിസ്റ്റിക് മിസൈല് ഒരു പോർമിന് മാത്രമേ വഹിക്കുകയുള്ളൂ. എന്നാൽ ഒരു MIRV മിസൈലിന് ഒന്നിലധികം പോർമിനുകൾ, അതായത് 3 മുതൽ 4 വരെയോ ഭാവിയിൽ 10 മുതൽ 12 വരെയോ പോർമിനുകൾ വഹിക്കാനും അവയെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയം തൊടുത്തുവിടാനും സാധിക്കും. ഈ മിസൈലിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന പരന്ന ആകൃതിയിലുള്ള ഭാഗത്തെ MIRV ബസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബസ് ലക്ഷ്യസ്ഥാനത്തിന് മുകളിലെത്തുമ്പോൾ ഓരോ റീ എൻട്രി വെഹിക്കിളുകളും അതിൽ നിന്ന് വേർപെട്ട് അവരവരുടെ ലക്ഷ്യത്തിലേക്ക് സ്വതന്ത്രമായിട്ട് പറന്നിറങ്ങും. അതായത് ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് ശത്രു രാജ്യത്തെ പല നഗരങ്ങളെ ഒരേ സമയം ചാമ്പലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഉദാഹരണത്തിന് ഒരൊറ്റ മിസൈൽ വിക്ഷേപിച്ചാൽ അതിലെ ഒരു പോർമിന് ലാഹോറിലും മറ്റൊന്ന് ഇസ്ലാമാബാദിലും മൂന്നാമത്തേത് റാവൽപിണ്ടിയിലും പതിക്കുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൽ തന്നെ ചില ഡമ്മി പോർമിനുകളും ഉൾപ്പെടുത്തും. ഈ ഡമ്മി പോർമിനുകൾ ശത്രുക്കളുടെ റഡാറുകളെ പൂർണ്ണമായിട്ടും കബളിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു പാരബോളിക് പാതയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റഡാറുകൾക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഈ പുതിയ മിസൈൽ പരീക്ഷണത്തിൽ കാണാൻ കഴിഞ്ഞത് ഒരു ക്വാസി ബാലിസ്റ്റിക് അഥവാ ഗ്ലൈഡിംഗ് പാതയാണ്. തുടക്കത്തിലെ ബാലിസ്റ്റിക് മിസൈൽ പോലെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് കുതിക്കുന്ന ഇവ തിരികെ വരുമ്പോൾ ഭൂമിക്ക് സമാന്തരമായിട്ട് തെന്നി നീങ്ങാനായിട്ട് തുടങ്ങും, അതായത് ഗ്ലൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന് സഹായിക്കുന്നത് ഇതിലെ MARV, അതായത് മന്യൂവറബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ മിസൈലിന് സ്വന്തമായിട്ട് വഴി മാറി മാറി സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശത്രുക്കളുടെ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പോലും വഴി മാറി മാറി സഞ്ചരിക്കുന്ന ഇത്തരം മിസൈലുകളെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അസാധ്യമാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ടെർമിനൽ ഫേസിലെ, അതായത് അവസാന ഘട്ടത്തിലെ വേഗത Mach 24 ആണ്. എന്ന് പറഞ്ഞാൽ ശബ്ദത്തെക്കാളും 24 ഇരട്ടി വേഗത. ഈ ഹൈപ്പർസോണിക് വേഗതയിൽ വരുന്ന ഒരു വസ്തുവിന് സത്യത്തിൽ ഒരു പോർമിനയുടെ പോലും ആവശ്യമില്ല. അതിൻ്റെ ഗതികോർജം, അതായത് കൈനറ്റിക് എനർജി കൊണ്ട് തന്നെ ഒരു നഗരത്തെ പോലും സമ്പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട് സാധിക്കും.
ഇപ്പൊ പുറത്തു വരുന്ന ചില ദൃശ്യങ്ങളിൽ മിസൈലിന്റെ കാനിസ്റ്ററിൽ A5M02 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാമായിരുന്നു. ഇത് അഗ്നി 5 മാർക്ക് 2 ആണെന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് നമ്മൾ മെർവ് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മിസൈലിൻ്റെ ശേഷി അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ്. അതുപോലെ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഭാരവും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ദൂരപരിധി കൂട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ പ്രഖ്യാപിച്ച നോട്ട 3600 കിലോമീറ്റർ ആണെങ്കിലും ഈ മിസൈലിൻ്റെ യഥാർത്ഥ പ്രഹരശേഷി 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെയാണെന്നാണ് ഡിഫൻസ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ദൂരപരിധി 16,000 കിലോമീറ്റർ വരെയാകാം. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രഹരപരിധിയിൽ വരും. DRDO തലവൻ സമീർ വി കാമത്ത് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ സർക്കാർ അനുമതി നൽകിയാൽ അഗ്നി 6 പരീക്ഷണത്തിന് ഞങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യ മനഃപൂർവ്വം ഇതിൻ്റെ റേഞ്ച് കുറച്ച് കാണിക്കുന്നതാകാം. കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നയം കൂടിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇന്ത്യ ഇത്തരം ഭീകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ: മ്യൂച്വൽ ഡിറ്ററൻസ്, അതായത് പരസ്പര നാശഭയം. ചൈന വലിയ രീതിയിൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ വികസിപ്പിക്കുന്നുണ്ട്. അവരെ പ്രതിരോധിക്കാനായിട്ട് സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ പോരാ, അതിന് മെർവ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയെ ആക്രമിച്ചാൽ ചൈനയ്ക്കും പൂർണ്ണമായ നാശം സംഭവിക്കും. മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ എന്ന ഭയം നിലനിർത്താനായിട്ട് ഇത്തരം ICBM മിസൈലുകൾ ഇന്ത്യക്ക് കൂടിയേ തീരൂ. ഇനി പാകിസ്ഥാൻ്റെ കാര്യം നോക്കാം. പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന കൃത്യമായ സൈനിക നീക്കത്തിൻ്റെ 1ാം വാർഷികം കൂടിയാണ് കടന്നുപോയത്. അന്ന് ഇന്ത്യ പ്രയോഗിച്ച ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളുടെ കൃത്യത പാകിസ്ഥാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുമാണ്. ഇപ്പോൾ ഈ അഗ്നി മിസൈൽ പരീക്ഷണം കൂടി കാണുമ്പോൾ പാകിസ്ഥാൻ്റെ ഭയം പല ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാങ്കേതിക വിദ്യയുടെ അടുത്ത ഘട്ടം എന്നത് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന വേരിയൻറ്റുകളാണ്. ശത്രുക്കൾ ഇന്ത്യയുടെ കരയിലുള്ള മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ തകർത്താൽ പോലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ അന്തർവാഹിനികളിൽ നിന്നും പ്രത്യാക്രമണം നടത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. ഈ ഒരു കഴിവ് കൈവരിക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിറ്ററൻസ് ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യയും മാറും. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ 5 രാജ്യങ്ങളുടെ നിരയിലേക്ക് 6ാമത്തെ വലിയ ശക്തിയായിട്ട് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ചുവടുവെക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ പുതിയ പരീക്ഷണം വെറുമൊരു ആയുധ പ്രദർശനമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന ശക്തമായ ഒരു താക്കീതാണ്. പുതിയ കാലത്തെ ഇന്ത്യ ഭയപ്പെടാൻ തയ്യാറല്ല, അവർ കണ്ണിൽ നോക്കി മറുപടി പറയാൻ പ്രാപ്തരാണ്. ഇന്ത്യയുടെ ഈ പ്രതിരോധ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോയുമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.